ഇനി ഞാൻ ഹോളിവുഡ് ഹൊറർ സിനിമകളെ ബ്ലെയിം ചെയ്യുന്നതല്ല. ഇനിയിപ്പോൾ കോൺജറിങ് ലാസ്റ്റ് റൈസ് എന്ന സിനിമ മോശമാണെങ്കിലോ അല്ലെങ്കിൽ ടിപ്പിക്കൽ ഹൊറർ സിനിമ ആണെങ്കിൽ പോലും ഞങ്ങളൊന്ന് കണ്ണടയ്ക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഹോളിവുഡ് ഹൊറർ പടങ്ങൾ വെച്ച് തൂക്കിയിട്ടുണ്ട്. അമ്മാതിരി കിടിലൻ സാധനങ്ങളാണ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. സിന്നേഴ്സ് കളി തുടങ്ങി, പിന്നീട് വെപ്പൺസ്, ടുഗെദർ എന്നീ സിനിമകൾ ആ വിന്നിംഗ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്തു. ടുഗെദറിനെ കാണാൻ കിടക്കണുള്ളൂ, അത് കണ്ട് റിവ്യൂ ഇടുന്നതാണ്. ഇന്ന് കണ്ടത് ബ്രിങ് ഹർ ബാക്ക്, കിണ്ണം കാച്ചി പടം. പടം തുടങ്ങുന്നത് ഒരു ചേട്ടൻ അനിയത്തിനെ കാണിച്ചിട്ടാണ്. പയ്യെ അവരുടെ ആ ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവരൊരു ഫോസ്റ്റർ കെയറിലാക്കാനാണ്. പിന്നെ അറിയാലോ അവർക്ക് എവിടെ നിന്നാണ് പണി വരാൻ കിടക്കണേന്ന്. എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടറായിട്ട് ഫീൽ ചെയ്തത് ഈ രണ്ട് ക്യാരക്ടേഴ്സ്, ഈ ബ്രദർ സിസ്റ്ററിന്റെ ക്യാരക്ടർ, അവർക്കൊരു നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്ട് ഫീൽ ചെയ്യും. ഇപ്പൊ അവരുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര ബാഡ്ലി റിട്ടേൺ ആയിരുന്നെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ ഇവിടെ ഇതിലെ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഡെപ്തോട് തന്നെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. പിന്നെ വെപ്പൺസ് എന്ന സിനിമ ഫോളോ ചെയ്ത പോലെ തന്നെ ഈ ഒരു സിനിമയിലും കൾട്ട് എലമെന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഈ ഒരു കൾട്ട് എലമെന്റ് നല്ല വെടിപ്പായിട്ട് തന്നെ സ്ക്രീൻ പ്ലേ ചേർന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ബുദ്ധിമുട്ട് തോന്നി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയ രീതിയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. വലിയ ജംസ്കെയർസ് ഒന്നുമില്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് വല്ലാത്ത രീതിയിലൊരു ഒരു പെയിൻ, ഒരു വേദന, ഭയങ്കരമായിട്ട് പേടി, അങ്ങനെ വല്ലാതെ അനുഭവിച്ച് കാണുന്ന ഒരു ഫീലാണ് ഈ സിനിമ കാണുമ്പോൾ. അതിന്റെ ഒപ്പം തന്നെ സെക്കൻഡ് ഹാഫില് അൾട്രാ ലെവല് ഗോർ സീക്വൻസ്, അത് കാണാൻ നമുക്ക് ശരിക്കും ഛർദ്ദിക്കാൻ വരും. അത് എങ്ങനെ ആ ഒരു പയ്യൻ അത് ചെയ്തു വെച്ചെന്ന് അറിയില്ല. ഏതായാലും ആ ഒരു ചില സീക്വൻസസ് ഭയങ്കര നമ്മുടെ മനസ്സിലിരിക്കും. ഫെയിൻ ഹാർട്ടഡ് ആൾക്കാർക്കേ ഉള്ളതല്ല ഈ ഒരു സിനിമ. അതേപോലെ തന്നെ ഇതിലെ പെർഫോമൻസസ് എപ്പോഴും, ഞാൻ ഇതുവരെ ഒരു ഹോളിവുഡ് ഹൊറർ പടത്തിൽ ഒരു മോശം പ്രകടനം കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഈ സിനിമയിൽ ആ ചേട്ടൻ അനിയത്തി അവർ രണ്ടുപേരാണെങ്കിലും, പിന്നെ ആ ഒരു ഒലിവർ എന്നൊരു പയ്യനാണെങ്കിലും, അതേപോലെ ഇതിൽ ആ ഫോസ്റ്റർ കെയറിലെ കെയർ ടേക്കർ ആണെങ്കിലും എല്ലാവരും നല്ല സൂപ്പർ ആയിട്ട് തന്നെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, ആ ഒലിവർ എന്ന പയ്യനെ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണണം. നമ്മൾ ഇനി അവന്റെ ശരിക്കുള്ള ഫേസ് കണ്ടാൽ പോലും ഈ ഒരു സിനിമയിലെ മൊമെന്റ്സും സീക്വൻസും ആണ് നമ്മുടെ മനസ്സിൽ വരാം. അങ്ങനെ ഒരു ഒരുമാതിരി രീതിയിലാണ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോർട്രേ ചെയ്ത് വെച്ചിരിക്കണം ഒലിവർ എന്ന ക്യാരക്ടറിനെ. വെപ്പൺസ് കാണണോ ബ്രിങ് ഹർ ബാക്ക് കാണണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യണത് ബ്രിങ് ഹർ ബാക്ക് കാണാൻ വേണ്ടി തന്നെയായിരിക്കും. ഏതായാലും ഇനി ടുഗെദറോട് കാണാനുണ്ട്. എന്നിട്ട് ഞാൻ മൂന്നെണ്ണത്തിൽ ഏതാ ബെസ്റ്റ് എന്ന് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞു തരുന്നതാണ്. എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ആ ഒരു കൾട്ട് എലിമെന്റിനെ പറ്റി അധികം ഒന്നും ഇത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഡയറക്ടറിന്റെ ഒരു രീതി ആയിരിക്കും അധികം സ്പൂൺ ഫീഡ് ചെയ്യാണ്ട് കഥ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും കുറച്ചെങ്കിലും ഇപ്പൊ കാണിക്കായിരുന്നു. എനിക്ക് ഏതായാലും ഈ ഒരു വർഷത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹൊറർ മൂവി തന്നെയാണ് ബ്രിങ് ഹർ ബാക്ക്. ഈ ഒരു പടം OTT കാണേണ്ടതല്ല, ഇത് തിയേറ്ററിൽ തന്നെ പോയി ബിഗ് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. മസ്റ്റ് വാച്ച്.